ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. അത് US ഇറാൻ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ തീരത്തേക്ക് പോകുന്ന പുതിയ ഒരു പടക്കപ്പലിന്റെ ദൃശ്യം, അമേരിക്കൻ പടക്കപ്പലിന്റെ ദൃശ്യമടക്കം പുറത്തുവിട്ടുകൊണ്ട് ഭീഷണി ഉയർത്തിയത്. ഖമേനിയോട് മുന്നറിയിപ്പുമായി രംഗത്ത് വന്ന പശ്ചാത്തലം ഒരുങ്ങിയത്. ആണവ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്തരം സമാധാന ശ്രമങ്ങൾ എന്ന് അമേരിക്ക വ്യക്തമാക്കുകയാണ്. ഇറാൻ ഫണ്ട് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ചർച്ച വേണം. മറ്റ് നിർണായകമായ പല വിഷയങ്ങളിലും അമേരിക്ക തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ ഇന്ന് മസ്കറ്റിലാണ് നടക്കുക. ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം വളരെ ശക്തമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആണവ പദ്ധതി മാത്രമേ ചർച്ച ചെയ്യൂ എന്നാണ് ഇറാന്റെ വിശദീകരണം. അതേസമയം സമ്പുഷ്ടീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ ആവശ്യം അത് ഇറാൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനിടയിൽ ഇന്നലെ രാത്രിയിലും ട്രംപിൻ്റെ ഭീഷണി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ചർച്ചകൾ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയില്ലെങ്കിൽ യുദ്ധം ആസന്നമാണ് എന്നാണോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പരാജയപ്പെടുമോ അതെയോ വിജയിക്കുമോ എന്നത്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കാലങ്ങളായി ഉടലെടുത്തതാണ്. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ച പ്രധാനപ്പെട്ടതാകുന്നത്. ഒമാനിലെ മസ്കറ്റിൽ പ്രാദേശിക സമയം രാവിലെ 10 മണിക്കാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ സമയം നമുക്ക് ഏതാണ്ട് 11:30 ഈ ചർച്ച ആരംഭിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഇതുവരെയും ഈ ചർച്ചയുടെ വേദിയിലോ സമയത്തിലോ മാറ്റമില്ല എന്നതുകൊണ്ട് തന്നെ ചർച്ച നടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ചർച്ച എത്ര സമയം നീണ്ടുപോകുമെന്നോ ചർച്ചയുടെ ഫലം എന്താകുമെന്നോ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ നിർണായകമാകുന്ന ഒരു ചർച്ച തന്നെയാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് ഇന്നത്തെ ചർച്ച ഏറെ നിർണായകമാകാൻ പോകുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അടക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലടക്കം കടുത്ത ഭാഷയിലുള്ള വിമർശനം ആണ് ഉന്നയിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയതുള്ള ഖമേനിയെ പേടിക്കേണ്ടതുണ്ട് എന്ന മറുപടിയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഒരു തരത്തിലും അമേരിക്ക പിന്നോട്ട് പോകുന്നില്ല എന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഒപ്പം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ആയ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വെടിക്കോപ്പുകളുമായുള്ള യുദ്ധസന്നാഹങ്ങൾ ഇറാന്റെ തീരത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഏതൊരു ഘട്ടത്തിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് പോര് തുടരുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു യുദ്ധം കൂടി ലോകരാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ചർച്ചകൾ നടത്താൻ പോകുന്നത്. എന്നാൽ ആ ചർച്ചയ്ക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോർവിളികൾക്ക് ഏതെങ്കിലും തരത്തിൽ മയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്ക നൽകുന്ന ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് ഇറാന്റെ സൈനിക നേതാവ് തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. അമേരിക്കയെ മാത്രമായിരിക്കില്ല ആക്രമിക്കുക, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളെയും ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇസ്രായേലിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാന്റെ സൈനിക മേധാവി പ്രതികരിച്ചത്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നത് ആണവ സമ്പുഷ്ടീകരണവും ആണവായുധങ്ങളുടെ പരീക്ഷണങ്ങളും നിർത്തലാക്കുന്നത് സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റു വിഷയങ്ങളിലേക്ക് അമേരിക്ക കടക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് കൂടി അറാഗ്ചി സ്വീകരിക്കുമ്പോഴാണ് ഈ ചർച്ച വിജയിക്കുമോ എന്ന ആശങ്കയുള്ളത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്ന രാജ്യം, അതായത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് ആവർത്തിക്കുന്ന ഒരു രാജ്യം ആണ് ഇറാൻ. ഇറാന്റെ ആയുധ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം എന്നത് അതീവ രഹസ്യമായാണ് നടക്കുന്നത് എന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാകും ഫർദോയിലെ ആണവ നിലയത്തെ അപ്രതീക്ഷിതമായ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആക്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ
ഈ ഇറാൻ എന്ന രാജ്യത്തെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഏതൊരു ഘട്ടത്തിലും അവർ നിലപാട് മാറ്റുമെന്നും അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളും കടുത്ത ഉപാധികളും ഉൾപ്പെടുന്ന ചർച്ചകളും ഒപ്പം കരാറുമാണ് വേണ്ടത് എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അതിൽ എടുത്തു പറയേണ്ടത് രഞ്ജിത്ത്, ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നത് ആണവ സമ്പുഷ്ടീകരണവും ആണവായുധങ്ങളുടെ ശേഖരവും അതോടൊപ്പം തന്നെ ആണവായുധ പ്രയോഗവുമാണ് എങ്കിൽ ഇപ്പോൾ ഇറാനിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ്. ഇറാൻ ഭരണകൂടത്തിന് നേരെ അവിടെ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ആ പ്രതിഷേധങ്ങളെ യുദ്ധസമാനമായ തരത്തിൽ ആണ് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ അടക്കം ഏതാണ്ട് 6400ഓളം പേർ ഇതിനോടകം തന്നെ ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അഭിലാഷ്, ഈ ആഭ്യന്തര സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കും, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്ക പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആഭ്യന്തര സംഘർഷങ്ങൾ, അവിടുത്തെ യുവ തലമുറ കലാപരംഗത്ത് ഇറങ്ങി വരുന്ന പശ്ചാത്തലം, അതൊക്കെ അമേരിക്ക വലിയ കാര്യമായി മുന്നോട്ട് വെച്ച സാഹചര്യമുണ്ട്. ഇതിനടക്കം ചർച്ചയ്ക്ക് വരും. പക്ഷേ പ്രശ്നമെന്നുള്ളത് ഈ ഒരേ ഒരു ആവശ്യത്തിൽ ഊന്നിയുള്ളൊരു ചർച്ച, ഈ പറഞ്ഞ ഇറാൻ പറയുന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഒരിക്കലും അമേരിക്ക സമ്മതിക്കില്ലല്ലോ. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പലവിധ ആവശ്യങ്ങളിലേക്ക് ഇറാൻ വഴങ്ങിയില്ല എങ്കിലാണ് അവിടെ ഒരു മധ്യസ്ഥ ഇടപെടലിൻ്റെ സാഹചര്യമൊക്കെ ഒരുങ്ങേണ്ടത്. അതിന് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ എത്രത്തോളം തയ്യാറാകുമെന്നുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. രഞ്ജിത്ത്, ഇവിടെ എടുത്തു പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പലപ്പോഴും നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് വരാറുള്ളത്. ഇതേ ട്രംപ് തന്നെ അപ്രതീക്ഷിതമായി നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഈ ട്രംപിൻ്റെ പേര് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഇതിൽ ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ പോലും നമുക്കറിയാം അമേരിക്കയായിരുന്നു ഈ വിഷയത്തിൽ പിടിവാശി കാണിച്ചത്. എന്നാൽ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അടക്കം അമേരിക്കയുടെ പ്രതിനിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും അപ്രതീക്ഷിതമായി 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആ ഉടമ്പടിയിൽ വ്യാപാര കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ട്രംപിൻ്റെ നിലപാട് മാറ്റം. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് തന്നെയാണ് എങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടത്, ട്രംപ് പലപ്പോഴും കടുത്ത നിലപാട് സ്വീകരിക്കാറുണ്ട് എങ്കിലും പിന്നീട് ചർച്ചകളിലേക്ക് വരുമ്പോഴൊക്കെ അത് മയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം, ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങൾ ഇവ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയുണ്ട്. പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയെ പോലെയുള്ള, ഗാസയിലെ ഹമാസിനെ പോലെ, യമനിലെ ഹൂതി വിഭാഗങ്ങളെ പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നത് ഇറാനാണ് എന്നൊരു വാദം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആണവ സമ്പുഷ്ടീകരണം നിർത്തലാക്കുക, ആണവ കരാറ് ഏർപ്പെടുക, അതായത് കൃത്യമായ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കുകയും ആണവ ആയുധങ്ങളുടെ പ്രയോഗം നടത്തില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ഇറാനിലെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇത്തരം വിഷയങ്ങളടക്കം ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഇറാൻ ഒരുക്കമല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് റഷ്യയുമായുള്ള വളരെ പ്രധാനപ്പെട്ട ആണവ കരാറിന്റെ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി എന്ന തരത്തിൽ 2010 പ്രാഗിൽ ഒപ്പുവെച്ച ഒരു കരാർ ആണ് അവസാനിക്കുന്നത്. ആ കരാർ അമേരിക്കയ്ക്ക് ഒട്ടും യോജിക്കുന്ന ഒരു കരാർ ആയിരുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു കരാറുമായി അമേരിക്ക മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയെ അടക്കം ഈ കരാറിന്റെ ഭാഗമാക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവും ഇറാന്റെ ആണവ മിസൈൽ പ്രയോഗങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിക്കുന്നത്. ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിക്കുന്നതോടെ റഷ്യയ്ക്കും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരു പക്ഷേ അക്കാര്യങ്ങളടക്കം ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിർണായകമായ ചർച്ചയാണ് ഒമാനിൽ നടക്കാനിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഏതാണ്ട് 10 മണിയോടെ, രാവിലെ 10 മണിയോടെ ഈ ചർച്ചകൾക്ക് തുടക്കമാകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. മറ്റൊരു വാർത്ത, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് കെ.സി. വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മാർച്ച് 6-ന് തിരുവനന്തപുരത്താണ് സമാപിക്കുക. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നും ഇന്ന് പ്രയാണം ആരംഭിക്കും.
AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. അതിനുശേഷം 7 മണിക്ക് ആദ്യ സ്വീകരണം കാസർഗോഡാണ്. നാളെയും കാസർഗോഡ് ജില്ലയിൽ ജാഥ പര്യടനം നടത്തും. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ ഈ 3 നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ ജാഥയ്ക്ക് സ്വീകരണം. എന്തായാലും തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്നാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അഴിമതി, സ്വജനപക്ഷപാതം ഇവ ജനങ്ങളിൽ തുറന്നു കാട്ടുക എന്നതാണ് ജാഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ തോതിൽ എല്ലാ സംസ്ഥാന നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ജാഥയ്ക്കാണ് UDF ഒരുങ്ങുന്നത്. മാർച്ച് 6 പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടുകൂടിയാണ് ജാഥയുടെ സമാപനം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം, അതിനെല്ലാം ബദലായിട്ടുള്ള പുതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് LDFന്റെ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചത്. അതോടൊപ്പം BJPയുടെ ജാഥയും വൈകാതെ തന്നെ കാസർഗോഡ് നിന്നുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് കൃത്യമായ ഒരുക്കങ്ങൾ ആയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് എല്ലാ മുന്നണികളുടെയും ജാഥകൾ, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും സജ്ജമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ജാഥകളെല്ലാം. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ BJPയുടെ ജാഥയും കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്നുണ്ട്. വിപുലമായ ഒരുക്കങ്ങളാണ് BJPയുടെ ജാഥയ്ക്കും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തുന്നത്. K. സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് കൂടി ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് എല്ലാ ജാഥകൾക്കും തുടക്കം കുറിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ അത് വലിയ തോതിലുള്ളൊരു ജാഥയായി മാറ്റിത്തീർക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ജാഥയുടെ ഉദ്ഘാടനം നടക്കും. തുടർന്ന് കാസർഗോഡാണ് ആദ്യ സ്വീകരണം. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്കും വികസന മുന്നേറ്റ ജാഥ ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവുകയാണ്. വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ജാഥ 14-ന് വൈകിട്ട് മറൈൻ ഡ്രൈവിൽ സമാപിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും തുടരുകയാണ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിബിൻ നവീൻ ഇന്ന് കൊച്ചിയിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുകയാണ് ലക്ഷ്യം. ഉച്ചയ്ക്ക് 1:30-ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന അധ്യക്ഷനെ BJP നേതാക്കൾ ചേർന്ന് സ്വീകരിക്കും. 3 മണിക്ക് താജ് വിവാന്തയിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ BJP കോർ കമ്മിറ്റി യോഗം ചേരും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ബൂത്ത് പ്രസിഡന്റുമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വൈകിട്ട് 5-ന് സംസ്ഥാന ഭാരവാഹി യോഗത്തിലും തുടർന്ന് നടക്കുന്ന NDA യോഗത്തിലും പങ്കെടുക്കുന്ന ദേശീയ അധ്യക്ഷൻ രാത്രിയിൽ RSS പ്രാന്ത കാര്യാലയത്തിലും സന്ദർശനം നടത്തും. സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ സംഘർഷമുണ്ടായ മണിപ്പൂരിൽ അതീവ ജാഗ്രത. ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ സർക്കാരിൽ നിന്ന് പിന്മാറാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കുക്കി സംഘടനകൾ. സംഘർഷം കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. രാകേഷ് ചേരികയുടെ രാകേഷ്, ഏതാണ്ട് 1 വർഷം നീണ്ട രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചാണ് അവിടെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ അതും സംഘർഷം അവസാനിപ്പിക്കാൻ കാരണമാകുന്നില്ല എന്നാണോ? തീർത്തും അശാന്തമാണോ മണിപ്പൂർ? അതെ രഞ്ജിത്ത്, 1 വർഷത്തോളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു മണിപ്പൂർ ഉണ്ടായിരുന്നത്. സംഘർഷത്തെ തുടർന്ന് ഏതാണ്ട് 2023-ൽ തുടങ്ങിയ സംഘർഷം, ആ സംഘർഷത്തിൽ 200-ലധികം ആളുകൾ മെയ്തൈ വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനുമായി കൊല്ലപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 2025 ഫെബ്രുവരിയോടുകൂടി മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. അങ്ങനെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസം കൊണ്ടുവരും. ആ അവിശ്വാസത്തെ BJP MLA-മാർ തന്നെ പിന്തുണയ്ക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി രാജിവെക്കുന്നത്. അതിനുശേഷം കൃത്യം 1 വർഷം പിന്നിടുമ്പോഴാണ് അടുത്ത സർക്കാർ അധികാരമേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. യുംനാം ഖേംചന്ദ് പുതിയ മുഖ്യമന്ത്രിയായി. ആ സർക്കാരിൽ കുക്കി വിഭാഗത്തിനുള്ള ഒരു വനിതാ നേതാവ് കൂടി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ
മണിപ്പൂർ ഭവനിൽ വെച്ച് ഡൽഹിയിൽ വെച്ചായിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ ചടങ്ങ് നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് കുക്കി ഭൂരിപക്ഷ മേഖലയിൽ ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ചുരാചന്ദ്പൂരാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെയാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ സേനയും ഒപ്പം തന്നെ കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. കല്ലേറുണ്ടായി. അങ്ങനെ ഏതാണ്ട് 1 ഡസനിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുരാചന്ദ്പൂരിൽ മാത്രമല്ല, അതിനുശേഷം കാങ്പോക്പി ജില്ലയിലും അടക്കം സമാനമായ രീതിയിൽ റോഡ് ഉപരോധിക്കുകയും ഒപ്പം തന്നെ ടയറുകൾ കത്തിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. അങ്ങനെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യം ഇപ്പോൾ മണിപ്പൂരിലുണ്ട്. ഏതായാലും ഇത് കണക്കെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുക്കി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അത് ലംഘിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നെംച കിംകെൻ്റെ ഭാഗത്ത് ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. പ്രത്യേകിച്ച് ഇംഫാലിലാണ് ഭരണപരമായ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. അവിടെ നിന്ന് മാറ്റണം, കുക്കികളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഭരണപരമായ കേന്ദ്രം അവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കാത്തോടത്തോളം കാലം സർക്കാരിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടായിരുന്നു കുക്കി സംഘടനകൾ സ്വീകരിച്ചിരുന്നത്. അതിപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിംച ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഏതായാലും കുക്കി സംഘടനകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ബഹിഷ്കരണത്തിനും ആഹ്വാനവും ഇപ്പോൾ കുക്കി സംഘടനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുക്കി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സംഘർഷം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമാകാതെ അന്ന് പിന്മാറാതെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്യുകയാണ്. മാത്രവുമല്ല, സർക്കാരിനുമായി പങ്കാളിത്തമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ MLA-മാരെയും ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ കുക്കി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ JF7 എന്ന് പറയുന്ന സംഘടന, അത് വിരമിച്ച സൈനികരുടെ അടക്കമുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ തന്നെ ഭാഗമായ സംഘടനയാണ്, കുക്കി സംഘടനയാണ്. അവരാകട്ടെ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സങ്കീർണമായ നിലയിലേക്ക് മണിപ്പൂരിൽ കാര്യങ്ങൾ കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏതായാലും കൂടുതൽ സേനയെ ഈ പ്രദേശത്തൊക്കെ തന്നെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, വലിയ സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ തോതിലുള്ള സമാധാന ശ്രമങ്ങൾ നടന്ന ഒരു സ്ഥലത്താണ് വീണ്ടും അതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകുന്നത്. കുക്കി സംഘടനകളുടെ കടുത്ത നിലപാട് മണിപ്പൂരിനെ വീണ്ടും അശാന്തമാക്കുന്നു. മറ്റു വാർത്തയിലേക്ക്, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ്. CPM-മായി ഇത്തവണ സഖ്യമോ ധാരണയോ ഉണ്ടാകില്ല. ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗേഷ്, നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യം എന്നുള്ള കാര്യം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. അതിൽ ഒരുപാട് ആലോചനകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സഖ്യം കൊണ്ട് എന്ത് പ്രയോജനം എന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം കേരളത്തിലെ സാഹചര്യങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ഏതായാലും ബംഗാളിൽ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ വിശദമായൊരു ചർച്ച തന്നെ നടന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ PCC അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ ബംഗാളിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തു. ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവാണ്, ബംഗാളിൽ നിന്നുള്ള നേതാവാണ്. അവരും വീഡിയോ കോൺഫറൻസിലൂടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പൊതുധാരണയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ളത്. സംസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ആവശ്യം ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നേതാക്കൾ അതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത്. മിർ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സാധാരണക്കാരുടെയും ഒക്കെ തന്നെ ഏറെ നാളുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഈ സഖ്യം വേണ്ടതില്ല, ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നു ഇത്തരത്തിൽ ഇടതു പാർട്ടികളുമായും മറ്റുള്ള ചെറു പാർട്ടികളുമായുള്ള സഖ്യം. അപ്പോൾ സ്വാഭാവികമായും ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാട് പാർട്ടി അറിയിച്ചു. അതിനിപ്പോൾ ഏതായാലും ദേശീയ നേതൃത്വം അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മിർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 മമതാ ബാനർജി അവിടെ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 ഇടതു പാർട്ടികൾ CPM-മായി സഹകരിച്ചാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. 2016 ഈ സഹകരണം കൊണ്ട് നേട്ടമുണ്ടായത് കോൺഗ്രസിനാണ്. കാരണം മുഖ്യ പ്രതിപക്ഷമായി അന്ന് CPM അല്ല വന്നത്, കോൺഗ്രസ് ആണ് വന്നത്. 2021 വന്നു കഴിഞ്ഞാൽ ഈ സഖ്യം രണ്ടു പാർട്ടികൾക്കും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. കാരണം രണ്ടു പാർട്ടികൾക്കും ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിയാത്ത നിലയിലേക്ക്
തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. 2024 ഈ സഖ്യമുണ്ടായെങ്കിൽ പോലും അതിൻ്റെ ഗുണമുണ്ടായില്ല. അപ്പോൾ ഈ സഖ്യം കൊണ്ട് വലിയ നേട്ടമില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ബംഗാൾ ഇതിനോടകം തന്നെ ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. CPM-ന് പഴയ ശക്തിയില്ലെങ്കിൽ പോലും വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ള വോട്ടുകളുണ്ട്. കോൺഗ്രസും ഇപ്പോൾ മത്സരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വശത്ത് തൃണമൂൽ സഖ്യം, BJP, ഒപ്പം തന്നെ ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, അങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ഇത്തവണ ഏതായാലും ബംഗാൾ കടക്കുകയാണ്. CPM നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം BJP വിരുദ്ധ ശക്തികളും ഒപ്പം തന്നെ തൃണമൂൽ വിരുദ്ധ ശക്തികളും എല്ലാം തന്നെ ഒന്നിച്ച് കൈകൊടുക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വം ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. മേഘാലയയിലെ കൽക്കരി ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണം 18ആയി. ഈസ്റ്റ് ജയന്തി ഹിൽസ് ജില്ലയിലെ കൽക്കരി ഖനിയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകടമുണ്ടായത്. മരിച്ചവരിലേറെയും അസമിൽ നിന്നുള്ള തൊഴിലാളികളാണെന്നാണ് വിവരം. കൽക്കരി ഖനി അനധികൃതമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിവരം. സംഭവത്തിൽ മേഘാലയ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വീണ്ടും SITക്ക് മുന്നിലേക്ക്. ജാമ്യവ്യവസ്ഥകൾ പ്രകാരമാണ് ഹാജരാകുന്നത്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം എന്നാണ് വ്യവസ്ഥ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ EDയും ചോദ്യം ചെയ്യും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. തിങ്കളാഴ്ച ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. കേരളത്തിലെ എയിംസ് ആവശ്യത്തിൽ കേന്ദ്രം സാധ്യതാ പഠനം നടത്തണം എന്ന് ഹൈക്കോടതി. സംസ്ഥാനം നിർദ്ദേശിച്ച സ്ഥലത്ത് പഠനം നടത്താനാണ് കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടാവണം പഠനം നടത്തേണ്ടത്. സ്ഥലം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സത്യവാങ്മൂലം നൽകണം. ഫെബ്രുവരി 25-ന് മുൻപ് രേഖാമൂലം അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5 കുറയ്ക്കുന്ന ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന് രാവിലെ ഓൺലൈനായാണ് യോഗം. നീക്കത്തെ അനുകൂലിക്കുകയാണ് സർവീസ് സംഘടനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാനാണ് നീക്കം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ SIT സംഘം കൊച്ചിയിലെത്തും. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണം എന്നിവയ്ക്ക് പുറമെ റോയി വിഷാദ രോഗത്തിന് ചികിത്സ നേടാനുള്ള കാരണങ്ങളും SIT അന്വേഷിക്കുന്നുണ്ട്. 4 മാസത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന വിവരം കുടുംബാംഗങ്ങളാണ് SITക്ക് നൽകിയത്. അടുത്തിടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചില പ്രോജക്റ്റുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ പ്രതിസന്ധിയിലാക്കി. കടം വാങ്ങാതെയാണ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതെന്ന് റോയി പലതവണ പറഞ്ഞിരുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പതിവുമില്ല. ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് റോയി പണം കണ്ടെത്തിയത് എന്നതും SIT സംഘം പരിശോധിക്കും. വാർത്താ ബുള്ളറ്റിൻ തുടരും. ഇടവേളയ്ക്ക് ശേഷം. അച്ഛാ, ഇതിലെന്താ ഉള്ളത്? ഇതിലോ ഭാരതമുണ്ട് മോനെ. എത്രയെത്ര റോഡുകൾ, എത്രയെത്ര പാലങ്ങൾ, എത്രയെത്ര അണക്കെട്ടുകൾ, എത്രയെത്ര നദികൾ, എത്രയെത്ര സഹസ്രാബ്ദങ്ങൾ, എത്രയെത്ര നീലാകാശങ്ങൾ സ്വന്തം മടിയിൽ വഹിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. എത്രയെത്ര അപ്പകഷ്ണങ്ങൾ, എത്രയെത്ര വയലുകൾ, എത്രയെത്ര നിറഞ്ഞ വയറുകൾ. നമ്മുടെ രാജ്യം എത്ര വലുതാണെന്ന് നോക്കൂ. അവൾ സ്വന്തം മടിയിൽ വഹിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ഈ വാഹനം, ഇതാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ നന്നാകുമ്പോൾ രാഷ്ട്രവും നന്നാകും. ടാറ്റ മോട്ടോഴ്സ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ബെറ്റർ ഓൾവേസ്. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം കണ്ണിൽപ്പെടുന്നത് ആൾതാമസമില്ലാത്ത വീടുകളും അവയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന വിൽക്കാനുണ്ട് എന്ന ബോർഡുകളുമാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തെരുവുകളിൽ ഈ കാഴ്ച ഒരു സ്ഥിരം ദൃശ്യമായി മാറിക്കഴിഞ്ഞു.
ഒരു കാലത്ത് മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മനോഹരമായ ഒരു വീടും അതിനോട് ചേർന്ന് കുറച്ച് ഭൂമിയും. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദമായ തകർച്ച കേവലം ഒരു കച്ചവട മാന്ദ്യമല്ല, മറിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ഘടനയിൽ വന്ന വലിയൊരു മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. വിൽക്കാൻ ആളുകൾ നിരവധിയുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത ഈ സാഹചര്യം കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നു. കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഈ തളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ സ്വഭാവമാണ്. മുൻപൊക്കെ മലയാളികൾ വിദേശത്തേക്ക് പോയിരുന്നത് അവിടെ സമ്പാദിക്കുന്ന പണം നാട്ടിലെത്തിച്ച് വലിയ വീടുകൾ പണിയാനും കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടാനും വേണ്ടിയായിരുന്നു. വിദ്യാഭ്യാസത്തിനായും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായും വിദേശത്തേക്ക് ചേക്കേറുന്ന യുവതലമുറ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച കാറിടിച്ച് 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിവേദിത് കൃഷ്ണയുടെ കാലൊടിയുകയും സൂരജിൻ്റെ നട്ടലിന് പരുക്ക് പറ്റുകയും ചെയ്തു. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. ഇന്നലെ രാത്രി 10 മണിക്ക് വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ ഒരാൾ കിംസിലും മറ്റൊരാൾ SP മെഡിഫോർട്ടിലും ചികിത്സയിലുണ്ട്. അപകടകരമായി വാഹനമോടിച്ചതിന് മണിയൻപിള്ള രാജുവിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പോലീസിന് മുന്നിൽ മണിയൻപിള്ള രാജു ഇന്ന് ഹാജരാകുമെന്നാണ് വിവരം. ഏതായാലും താനാണ് കാർ ഓടിച്ചത് എന്ന കാര്യം നടൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ആണ് ഈ സംഭവം ഉണ്ടായത്. മഴക്കാലം എത്തുന്നതിന് മുൻപേ ഇടുക്കിയിൽ പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. 5000-ലധികം ആളുകൾക്ക് വൈറൽ പനി ബാധിച്ചതോടെ ജില്ലയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. പനിക്ക് പുറമെ ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുവർഷം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ തന്നെ പകർച്ചവ്യാധി വ്യാപനത്തിന്റെ ആശങ്കയിലാണ് ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്. ഈ വർഷം മാത്രം സർക്കാർ ആശുപത്രികളിൽ വൈറൽ പനിക്ക് ചികിത്സ തേടിയത് 5815 പേരാണ്. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടി ചേർത്താൽ ഇത് 10,000 കടന്നേക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ ബോക്സ് പടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 3 സ്കൂളുകളിലായി 36 കുട്ടികൾക്കാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ 11 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. മുട്ടം, കഞ്ഞിക്കുഴി, വണ്ടിപ്പെരിയാർ മേഖലകളിൽ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. ദേവികുളം, വാത്തിക്കുടി മേഖലകളിലായി 24 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൈനാവിലെ 29 കേസും തൊടുപുഴയിലെ 7 കേസും, മൊത്തം 36 കേസാണ് ജില്ലയിൽ ഉള്ളത്. മഞ്ഞപ്പിത്തം നിലവിൽ പെരുവന്താനത്തുണ്ട് 7 കേസുകളായിട്ടുണ്ട്. അത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കു തൊടുപുഴ, കോടിക്കുളം, ഏകദേശം വണ്ടിപ്പെരിയാർ, വാഴത്തോപ്പ്, കരിമുന്നം, കാഞ്ചിയാർ, ഉടുമ്പൻചോല ഭാഗങ്ങളിലുണ്ട്. മൊത്തം 10 കേസുണ്ട്. എലിപ്പനി മുട്ടം, കല്ലാർവട്ടയാർ, തട്ടക്കുഴ, കാഞ്ചിയാർ, വണ്ടിപ്പെരിയാർ, കഞ്ഞിക്കുഴി മൊത്തം 6 കേസാണുള്ളത് ജില്ലയിൽ. മഞ്ഞപ്പിത്തം ഹെപ്പാറ്റൈറ്റിസ് എ നമുക്ക് മൊത്തം 11 കേസ്. പെരുവന്താനത്ത് 7 എണ്ണം, വാത്തിക്കുടി 1 എണ്ണം, കാഞ്ചിയാർ 1, ഏകദേശം 1, മാക്കാട് 1. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. പനിബാധ നവംബറിൽ നേരത്തെ പറഞ്ഞ പോലെ 6408, ഡിസംബറിൽ 6356, ജാനുവരിയിൽ 5983 എന്ന രീതിയിലാണ് കേസുകൾ. ഇതുകൂടാതെ കുട്ടികളിൽ മുണ്ടിനീരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചൂട് കൂടുന്നതോടെ ജലജന്യ രോഗങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ശുചിത്വം പാലിക്കണമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വയം ചികിത്സ അപകടമാണെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നു. ന്യൂസ് 18 ഇടുക്കി. വയനാട് ജില്ലാ കേരളോത്സവത്തിന്റെ സംഘാടകരും മത്സരാർത്ഥികളും തമ്മിൽ വാക്കേറ്റം. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെയാണ് കായിക മത്സരങ്ങളെന്നാണ് വിമർശനം. പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ മത്സരം ബഹിഷ്കരിച്ചു. ഇനി വേണ്ടപ്പെട്ട ആളുകളോട് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറിയിട്ടില്ല.
എന്നാലും നിങ്ങൾ ഇത്ര പോകുന്ന ഇവിടെ MVP കൊടുക്കുന്ന സാധനം പാട്ട് വഴി ജയിക്കുന്ന കുട്ടിക്ക് കിട്ടാൻ വലിയ ചേച്ചി. നിങ്ങളൊരു കാര്യം, ഇന്ന് കേരളോത്സവം ജില്ല വയനാട് ജില്ലേന്റെ കേരളോത്സവം ഇവിടെ നടക്കുന്നത് ഇന്ന് സ്റ്റാർട്ടിങ്ങാ. ഇന്ന് തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പരിപാടി എന്തായിരിക്കും? വയനാട് ജില്ലാ കേരളോത്സവത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു കല്ലുകടിയാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. കാരണം ക്രിക്കറ്റ് മത്സരത്തോടെയാണ് സ്പോർട്സ് ഇനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇവിടെ വേണ്ട തരത്തിലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഈ മത്സരം നടത്തിയത് എന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു സംഘർഷം ചെറിയ രീതിയിൽ നടന്നു. ഇപ്പോൾ മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. മെനഞ്ഞാന്നാണ് ഞങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പ്ലേയേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത് കേരളോത്സവമാണ്. അതിനെ ഒരു തട്ടിക്കൂട്ട് മോഡലാണ് ഇവിടെ നടത്തിയത്. ഇവിടെ കേരളോത്സവം കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും പിന്നെ ചാമ്പ്യന്മാരായിട്ട് വന്ന ടീമുകളാണ് ഇന്ന് കേരളോത്സവം കളിക്കാൻ വേണ്ടി വന്നത്. എല്ലാവർക്കും 1000-1500 രൂപേൻ്റെ പണിക്കൂലി ഒഴിവാക്കിയിട്ട് ഇന്ന് ഇവിടെ കളിക്കാൻ വന്നപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വെള്ളമില്ല. അതുപോലെ ഇവിടെ കളിക്കാൻ വന്ന പ്ലേയേഴ്സിന് ഒരു പന്തൽ പോലും ഇടാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. അതുപോലെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യമില്ല. കളിക്കാൻ വന്ന ഒരു പ്ലേയേഴ്സിനും പിന്നെ ഭക്ഷണം കൊടുത്തിട്ടില്ല. അതുപോലെ പലർക്കും പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഫസ്റ്റ് എയ്ഡ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിന് കളി നിയന്ത്രിക്കാൻ ഒരു കമ്മിറ്റി ആയിട്ട് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അതുപോലെ ഒന്നാം സമ്മാനത്തിൻ്റെ ഒക്കെ ട്രോഫിയാണ്, ഒരു 1.5 അടി വലുപ്പം പോലും ഇല്ലാത്ത ട്രോഫിയാണ് തന്നത്. കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് ഈ വിന്നേഴ്സിൻ്റെ ട്രോഫീൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ ഇത് കാണുക പോലും ആ അവസ്ഥയിലുള്ള ട്രോഫിയാണ് ഇവിടെ വെച്ചത്. ഞങ്ങൾ ഇതിലും മികച്ച രീതിയിൽ വാർഡ് തലത്തിലുള്ള കേരളോത്സവം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളോത്സവം വയനാട് ജില്ലയിൽ നടക്കുമ്പോൾ അത്ര മോശമായി നടത്തിയതിൽ അങ്ങേയറ്റം പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഫണ്ടില്ലെങ്കിൽ നടത്തരുത്, ഇല്ലാന്നങ്ങ് പറയാ. പിന്നെ ഈ നാട്ടുകാർ നമ്മളെ മെനക്കെടുത്തി മൂല്യം കളഞ്ഞ് ഇവിടെ വന്നിട്ട് ഭക്ഷണം ഇല്ലാന്ന് പറയുമ്പോ നമുക്ക് പൈസ ഇല്ലായിട്ടൊന്നല്ല കഴിക്കാൻ. നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ് പെട്രോൾ പ്ലാൻ വന്ന് ഇവിടെ ഒരാൾ തലകറങ്ങി വീണ്, ഇല്ലെങ്കിൽ അത് ബോധം കെട്ട് വീണ്. എന്താ ഉള്ളത് ഇവിടെ? ഒരു തേങ്ങയില്ല, ഒരു മെഡിക്കലില്ല, വീണ് കഴിഞ്ഞ് കായ് പൊട്ടി കാല് പൊട്ടി എന്താ ചെയ്യാ? ഈ കേരളോത്സവം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പഞ്ചായത്ത് മുതൽ അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ല വരെ ഒരാളുകളും അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസോ ജഡ്ജസോ അല്ലാതെ ഒരു ഇടങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു മേളയ്ക്ക് വേണ്ടി ഒരു സഹകരണം ഉണ്ടാകാറില്ല. എന്തായാലും വലിയ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം മേളകൾ നിർത്തിവെക്കണം എന്നുള്ളതൊക്കെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബഹളം നടക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് മത്സരാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന പഞ്ചഗുസ്തി പാരലൈസ്ഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി മുക്കം സ്വദേശി ലൈലാധരൻ 13 വർഷം മുൻപ് പക്ഷാഘാതം വന്ന് ശരീരത്തിലെ ഒരു ഭാഗം തളർന്നെങ്കിലും കഴിഞ്ഞ 2 വർഷമായി നടത്തിയ കഠിന പരിശീലനമാണ് ഇദ്ദേഹത്തെ മെഡലിന് അർഹനാക്കിയത്. ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിലേക്കും ലൈലാധരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപ്പം മുതൽ പഞ്ചഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, തൈക്കോണ്ടോ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ പരിശീലിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ് ലൈലാധരൻ. എന്നാൽ 13 വർഷങ്ങൾക്ക് മുൻപ് ശരീരത്തിൻ്റെ ഒരു ഭാഗം പക്ഷാഘാതം വന്ന് തളർന്നു. ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചികിത്സകളിലൂടെയാണ് പതിയെയാണെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചത്. എന്നാൽ മനസ്സിനെ തളരാൻ വിടാൻ ഇദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അങ്ങനെ 2 വർഷം മുൻപ് മുക്കത്തെ ഒരു ജിമ്മിൽ നിന്ന് പഞ്ചഗുസ്തി പരിശീലനം ആരംഭിച്ചു. ഇതോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. വയനാട് ബത്തേരിയിൽ നടന്ന സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിലെ പാരലൈസ്ഡ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ലൈലാധരൻ ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി. സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിൽ ബത്തേരിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പാരാ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ, സ്വർണ്ണ മെഡൽ. പിന്നെ അടുത്തത് ഞങ്ങൾക്ക് ജൂണിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ലൈലാധരന് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ അനുമോദനവും ആദരവുകളും നിരവധിയാണ് ലഭിക്കുന്നത്. ചെറുപ്പം മുതലുള്ള തൻ്റെ സ്വപ്നം വൈകാതെ സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 കോഴിക്കോട്. വേമ്പനാട്ടുകായലിൽ 9 കിലോമീറ്റർ നീന്തി ലോക റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങി 63-കാരി. കോതമംഗലം സ്വദേശി റൂബി മത്തായിയാണ് സാഹസികമായ ഈ ഉദ്യമത്തിൽ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 7-നാണ് സാഹസിക പ്രകടനം. വൻ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിലാണ് റൂബി എന്ന 63-കാരി തന്റെ പരിശീലനം പൂർത്തിയാക്കിയത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നീന്തലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചു. തുടർന്ന് റൂബിയെ കൂടുതൽ ശ്രദ്ധേയാക്കണമെന്ന് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് പരിശീലകൻ ശ്രീ ബിജു തങ്കപ്പനാണ് ആശയമുദിച്ചത്. ശനിയാഴ്ച 7-ാം തീയതി വേമ്പനാട്ടുകായൽ 9 കിലോമീറ്റർ നീന്തുവാണ് റൂബി ചേച്ചി. 63 വയസ്സാണ് റൂബി ചേച്ചിക്ക്. ഇതിനു മുമ്പ് വേമ്പനാട്ടുകായൽ നീന്തിയ തൃശ്ശൂരുള്ള
ഒരു കുഞ്ഞമ്മ മാത്യൂസ് ആണ്. അതും ഞാൻ തന്നെയാണ് റെക്കോർഡ് ഇടിപ്പിച്ചത്. ഇതിപ്പോൾ 63 വയസ്സാണ്. കുഞ്ഞമ്മ മാത്യൂസ് നീന്തിയ 7 കിലോമീറ്റർ ആണെങ്കിൽ റൂബി ചേച്ചി നീന്തുന്ന 9 കിലോമീറ്റർ ആണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 9 കിലോമീറ്ററാണ് നീന്തണത്. റൂബി ചേച്ചി ഏകദേശം 6 മാസം ആയി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 9 കിലോമീറ്ററാണ് റൂബി നീന്താനൊരുങ്ങുന്നത്. ഫെബ്രുവരി 7-നാണ് ഈ സാഹസിക പ്രകടനം. വേമ്പനാട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് കുമ്പേൽക്കടവ് വൈക്കം പ്രദേശം. 9 കിലോമീറ്റർ കായൽ നീന്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാകാനൊരുങ്ങുകയാണ് റൂബി മത്തായി. വീടിന്റെ അടുത്തേ ആയിരുന്നു കുളം. അപ്പൊ സാറ് അവിടെ വന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാനും പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇറങ്ങി നീന്തൽ പഠിച്ചതാ. ചെറുപ്പത്തില് നീന്തൽ അറിയായിരുന്നു, പക്ഷെ ഈ ആഴമുള്ളതിലൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ സാറ് മോട്ടിവേഷൻ തന്നു കഴിഞ്ഞപ്പോ അങ്ങനെ ഇറങ്ങി ശീലായി. പിന്നെ പുഴയിൽ വന്നു തുടങ്ങി. ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ട് കായൽ നീന്തിക്കയറി റെക്കോർഡിൽ ഇടം പിടിക്കാൻ പോകുന്ന 33ാമത്തെ താരമാണ് ഈ 63-കാരി. ന്യൂസ് 18 എറണാകുളം. തദ്ദേശീയമായ കാർഷിക വൈവിധ്യങ്ങളും ഇക്കോ ടൂറിസം സാധ്യതകളും ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കാൻ നടപടി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ നാച്ചുറ 26 ടൂറിസം ഫെസ്റ്റിന് തുടക്കം. 5 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക. ഫെബ്രുവരി 9 വരെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്നാണ് നാച്ചുറ 26 ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് പോളി ഹൗസ് ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി, ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്നിവയുടെ കൂടുതൽ വിവരങ്ങൾ ഇതുവഴി അടുത്തറിയാനാകും. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് തോട്ടങ്ങൾക്കൊപ്പം ശീതകാല പച്ചക്കറി പ്ലോട്ടുകളും മേളയുടെ ആകർഷണമാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് കൃഷിരീതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാമിൽ സജ്ജമാക്കുന്ന വേദിയിൽ കാർഷിക പ്രദർശനവും വിപണനമേളയും അരങ്ങേറും. സെമിനാറുകൾ, ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കുട്ടികൾക്കായി ചിത്രരചനയും ഉപന്യാസ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വോളിബോൾ, വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങളും എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയുള്ള കലാസന്ധ്യയും മേളയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതാണ്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം പാപ്പരങ്കോട് ക്ഷേത്രത്തിൽ മോഷണം. പാപ്പരങ്കോട് തൂക്കുവിള അനന്ത നാഗരാജാവ് ക്ഷേത്രത്തിലാണ് മോഷണം ഉണ്ടായത്. ഇന്നലെ 3:30 കാണിക്കവഞ്ചിയിൽ നിന്ന് മോഷണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബൈക്കിലെത്തിയ 4-അംഗ സംഘമാണ് മോഷണം നടത്തിയത്. തിരുവനന്തപുരത്താണ് പാപ്പനംകോട് ക്ഷേത്രത്തിലാണ് ഈ മോഷണം നടന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാപ്പനംകോട് അവിടെ കാണിക്കവഞ്ചിയിൽ നിന്ന് പണം പാപ്പനംകോട് തൂക്കുവിള അനന്ത നാഗരാജാവ് ക്ഷേത്രത്തിൽ അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തുകയാണ്. 4-അംഗ സംഘം. ഇവർ ബൈക്കിലെത്തിയവരാണ്. മോഷണത്തിന് ശേഷം വളരെ പെട്ടെന്ന് ബൈക്ക് ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം.
പാർലമെന്റിൽ നിന്നും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതും എംപിമാരുടെ സസ്പെൻഷനും ഇന്ത്യ-US വ്യാപാര കരാറും പ്രതിപക്ഷം ഉയർത്തും. രാകേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. രാകേഷ്, ഇന്നലെ സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വലിയ വീര്യമൊക്കെ നമ്മൾ കണ്ടു. രാജ്യസഭയിൽ മാത്രമാണ് മോദിക്ക് പ്രസംഗിക്കാനായത്. ഇന്നും ഇതേ പ്രതിഷേധം ഇരുസഭകളിലും ഉയർത്താനാണോ തീരുമാനം? അതേ രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രതിഷേധങ്ങളുടെ തനിയാവർത്തനം തന്നെ ഇന്ന് പ്രത്യേകിച്ച് ലോക്സഭയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയം, കാരണം തിങ്കളാഴ്ച അദ്ദേഹം കരസേനാ മുൻ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഭരണപക്ഷം എതിർക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് അടുത്ത ദിവസം സംസാരിക്കാൻ വിളിച്ചപ്പോഴും അദ്ദേഹം അത് ആവർത്തിക്കുന്നു. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റംഗങ്ങളെ വിളിക്കുന്ന നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ലോക്സഭ കാര്യമായി സമ്മേളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ആ ദിവസങ്ങളിൽ ചില പ്രകോപനമുണ്ടായി. പ്രത്യേകിച്ച് നിഷികാന്ത് ദുബെ സോണിയാഗാന്ധിക്കും നെഹ്റുവിനെയും അടക്കം സൂചിപ്പിക്കുന്ന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ പരാമർശിച്ചൊക്കെ തന്നെ സഭയെ വലിയ സംഘർഷത്തിൻ്റെ വേദിയാക്കി മാറ്റിയിരുന്നു. ഏതായാലും ലോക്സഭയിൽ ഈ ബഹളത്തെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാനമന്ത്രി സംസാരിക്കാതെയാണ് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം പാസ്സാക്കുകയും ചെയ്തത്. ഏതായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദി പ്രമേയം പാസ്സാക്കിയത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോൾ സ്പീക്കർക്ക് ഇന്നലെ വൈകിട്ട് കത്ത് നൽകിയത്. അതായത് ചട്ടം 20, 362 എന്നിവയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് KC വേണുഗോപാൽ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് നന്ദി പ്രമേയം പാസ്സാക്കിയതെന്ന് വ്യക്തമാക്കണം എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നും സമാനമായ രീതിയിൽ ലോക്സഭയിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. രാവിലെ 10 മണിക്ക് ഏതായാലും യോഗം ചേർന്ന് എന്തൊക്കെ നിലപാടുകൾ സഭയ്ക്കകത്ത് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ MPമാരുടെ പ്രതിഷേധം ധർണ തുടരുകയാണ്. കാരണം ലോക്സഭയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് 8 MPമാരെ സസ്പെൻഡ് ചെയ്ത് അവർ പാർലമെൻറ്റ് കവാടത്തിൽ ധർണയിരിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ അത് ഇന്നും തുടരാൻ തന്നെയാണ് തീരുമാനം. മാത്രവുമല്ല, ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ അക്കാര്യം കൂടി ഉന്നയിച്ചും ഏതായാലും പ്രതിപക്ഷ നേതാക്കൾ നോട്ടീസ് നൽകുന്നുണ്ട്. അങ്ങനെ ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യസഭയും ഒരുപക്ഷെ സമാനമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാജ്യസഭ നടന്നിരുന്നെങ്കിൽ ഇന്നലെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗെയും JP നഡ്ഡയും കൊമ്പുകോർക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. അതിൽ തന്നെ നഡ്ഡ കുട്ടി എന്ന പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തി. അതൊക്കെ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ നടപടികളും ഇന്നും പ്രതിഷേധമുണ്ടാകാൻ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. രഞ്ജിത്ത്, ഒപ്പം ഇന്നലെ നമുക്കറിയാം സ്പീക്കറടക്കം ഉയർത്തിയ ഗൗരവതരമായ ആരോപണങ്ങൾ. തൻ്റെ ഓഫീസിനെ പോലും അറ്റാക്ക് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വരണ്ട, പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. താൻ പറഞ്ഞത് കാരണമാണ് പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് വരാത്തതെന്ന് സ്പീക്കർ വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒന്ന് ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവർ അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. അത് ഭരണപക്ഷത്തെ വലിയ ആശങ്കയിൽ അല്ലെങ്കിൽ അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ ലോക്സഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ സമാനതകളില്ലാത്ത തരത്തിൽ ഇതുവരെ ഭരണപക്ഷ വാക്പോര് വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെ രഞ്ജിത്ത്, കാരണം പ്രധാനമന്ത്രി സംസാരിക്കാതെ ഇത്തരത്തിൽ നന്ദി പ്രമേയം പാസ്സാക്കുന്ന പതിവില്ല, അത്തരം കീഴ്വഴക്കമില്ല. കാരണം ഇതിനു മുൻപും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തൊന്നും തന്നെ പ്രധാനമന്ത്രി സംസാരിക്കാതെ ലോക്സഭ പാസ്സാക്കിയിട്ടില്ല. 2004 ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയാതെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗം പാസ്സാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം എന്ന് തന്നെയാണ് ഇതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരു വിഷയം ഉന്നയിക്കുന്നു. അതിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നില്ല. അതിന് സർക്കാർ അന്ന് പറഞ്ഞ വിശദീകരണം നരവണയുടെ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി തന്നെ സഭയിൽ ആ പുസ്തകം ഉയർത്തി കാണിക്കുന്നു. പുറത്ത് മാധ്യമങ്ങളോട് ആ പുസ്തകം കൊണ്ടുവന്ന് പുസ്തകത്തിലെ കാര്യങ്ങൾ അദ്ദേഹം വായിക്കുന്നു. അങ്ങനെ ഒരു ശക്തമായ ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മറുപടി കഴിയാതെ പോയത്. അത്രമേൽ സംഘർഷഭരിതമായ കാര്യങ്ങളാണ് ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ലോക്സഭാ നടപടികൾ പിന്നെയും തടസ്സപ്പെടുന്ന നിലയിലേക്ക് തന്നെയാണ്
കാര്യങ്ങൾ പോയത്. ഇനി എന്ത് നിലപാടായിരിക്കും സ്പീക്കർ ഈ വിഷയത്തിൽ കൈക്കൊള്ളുക എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. കാരണം ഈ രണ്ട് സഭകളിലും നന്ദിപ്രമേയത്തിനുള്ള ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും സഭാ നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നാൽ സ്പീക്കർ അടുത്ത നടപടി എന്തായിരിക്കുമെന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്. ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷോഭങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനടക്കം സാക്ഷ്യം വഹിക്കുമെന്ന് വേണം കരുതാൻ. പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ടാക്സി സ്റ്റാൻഡുകൾ പൊളിച്ചുമാറ്റിയതോടെ ദുരിതത്തിലാണ് ടാക്സി തൊഴിലാളികൾ. മേലെ പട്ടാമ്പിയിലെയും ഗുരുവായൂർ അമ്പലം പരിസരത്തെയും സ്റ്റാൻഡുകളാണ് പൊളിച്ചു നീക്കിയത്. അതേസമയം ഇതിനു പകരം സംവിധാനമൊരുക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കി. പട്ടാമ്പി ടൗണിലെ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള ടാക്സി സ്റ്റാൻഡുകൾ പൊളിച്ചു നീക്കിയത്. മേലെ പട്ടാമ്പി കോടതിക്ക് സമീപവും ഗുരുവായൂരപ്പൻ ക്ഷേത്ര പരിസരത്തുമായിരുന്നു സ്റ്റാൻഡുകൾ. ഇവ പൊളിച്ചതോടെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി. ഇപ്പോൾ ഏറെ തിരക്കുള്ള പാതയിൽ ഒരു ഭാഗത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോൾ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ ടാക്സികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യപ്രദമായ സ്ഥലം വേണമെന്ന ആവശ്യമുയരുന്നത്. റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ പാതയോരങ്ങളിൽ ടാക്സി സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നത് പ്രായോഗികമാകില്ലെന്നാണ് നിഗമനം. അതേസമയം ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന രീതിയിലും ടാക്സി തൊഴിലാളികൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിലും സ്റ്റാൻഡ് നിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള നടപടി തുടങ്ങിയതായി ഭരണസമിതി പറയുന്നു. പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് 2 മേഖലകളിലായി ഉണ്ടായിരുന്ന ടാക്സി സ്റ്റാൻഡുകൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൊളിച്ചു നീക്കിയ ടാക്സി തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ നഗരസഭയെ സമീപിച്ചിട്ടുണ്ട്. നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഡ്രൈവേഴ്സ്. അവരുടെ ന്യായമായ അവകാശം സംരക്ഷിക്കണം എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ അവസരത്തിൽ. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് ചാലിയാർ തീരത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ഭൂമിയിൽ പുതിയ ടൂറിസം പദ്ധതി. വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തി. വിഷയത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആണ് നീക്കം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഉൾപ്പെട്ട ചാലിയാർ തീരത്തെ വനഭൂമി പ്രയോജനപ്പെടുത്തി പുതിയ ടൂറിസം പദ്ധതിക്ക് വഴി തെളിയുന്നു. ചെറുവാടിക്കടവിൽ ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന 1 ഏക്കറോളം വനഭൂമിയും സമീപത്തെ പുറമ്പോക്ക് ഭൂമിയും പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതി ഒരുങ്ങുന്നത്. വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രയോജനപ്രദമായ ഒരു പാർക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾ, വൃദ്ധർ, അതുപോലെ തന്നെ യുവാക്കൾ, കുട്ടികൾ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ അല്ലേ, അവർക്കൊക്കെ എല്ലാം ഒരു പാർക്കാക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകൾ, ഉദാഹരണം ഇപ്പം IHRD കോളേജിനെ പോലത്തെ കോളേജുകളുണ്ട്, ഈ കോളേജുകൾക്ക് സ്ഥലം അനുവദിക്കുക. ഏതായാലും ഇതൊന്ന് ഈ രീതിയിൽ നിന്നും മാറ്റിയിട്ട് എന്തെങ്കിലും നല്ലൊരു സൗകര്യം എല്ലാവർക്കും നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ചാലിയാർ അടുത്താണ്, ഏക്കറക്കണക്കിന് ഭൂമി അതിൻ്റെ അടുത്തുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് അവരുടെ കൂടെ അനുമതി കിട്ടിയിട്ട് ഇവിടെ ഒരു ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുക. അതന്നെ പരിസ്ഥിതിക്കും പ്രകൃതിക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഫോറസ്റ്റ് ഓഫീസർ KK സജികുമാർ വ്യക്തമാക്കി. ഇനി ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു ഇവിടെ കണ്ടു. നമ്മൾ ഇതിൻ്റെ ഭൂമിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമ്മൾ DFOക്ക് റേഞ്ച് ഓഫീസർക്ക് ലെറ്ററാക്കി കൊടുക്കും. ഇന്ന് ഇവിടെ വന്ന് പരിശോധിച്ച കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കിയിട്ട് ഞാനൊരു ലെറ്ററാക്കിയിട്ട് കൊടുക്കും. വർഷത്തിലൊരിക്കൽ ചാലിയാർ ജലോത്സവം നടക്കുന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും ചാലിയാറിൻ്റെ തീരത്ത് സമയം ചെലവിടാനും നിരവധി പേരെത്തും. ഈ സാധ്യതയെല്ലാം മുന്നിൽ കണ്ടാണ് മേഖലയിൽ ടൂറിസം പദ്ധതിക്കായി ശ്രമം നടക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. അരിക്കൊമ്പന്റെ പേരിൽ ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചിട്ട് 2.5 വർഷം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോട്ടുകൾ ഇതോടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അരിക്കൊമ്പനെ കാട് കടത്തിയിട്ടും നാളിതുവരെയും ബോട്ടിംഗ് പുനരാരംഭിക്കാൻ നടപടികളൊന്നും ഉണ്ടായി. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനാണ് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സമിതി ആനയിറങ്കലിലെ ബോട്ടിംഗ് നിർത്തിവെച്ചത്. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടി
കാട് കടത്തിയെങ്കിലും ബോട്ടിംഗ് നിരോധനം നീക്കാൻ നടപടിയുണ്ടായില്ല. ഹൈക്കോടതി ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിക്കൂ. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കേസുകളും ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ഫെഡറൽ ടൂറിസം വിഭാഗം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്നത് വൈകുകയാണ്. കേസ് വീണ്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട ഹൈഡൽ ടൂറിസം വിഭാഗം ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ബോട്ടിംഗ് നിലച്ചതോടെ ആനയിറങ്കലിൽ എത്തുന്ന സഞ്ചാരികൾ 2.5 വർഷമായി നിരാശരായി മടങ്ങുകയാണ്. நல்ல வியூ இருக்குது, நாங்கள் எக்ஸ்பெக்ட் பண்ண மாதிரி இருக்குது. என்னன்னா வந்தோடனே போட்டிங் இருக்கான்னு கேட்டோம், அவங்க இன்னும் 1 month ஆகுன்ற மாதிரி சொன்னாங்க. அதான் போட்டிங் இருந்தால் இன்னும் பெட்டராக இருந்திருக்கும். ஏன்னா ஃபேமிலியோடு வந்திருக்கும் போது போட்டிங் இருந்தால் இன்னும் நல்லா என்ஜாய் பண்ண முடியும். நல்லா பார்த்துருக்கலாம், சுற்றி பார்த்துருந்துருக்கலாம். അതേസമയം കേസ് നടത്തിപ്പിൽ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ബോട്ടിംഗ് നിരോധനം നീക്കാൻ കഴിയാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ ഡാം വൃഷ്ടിപ്രദേശത്തുള്ള കാട്ടാനകൾ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ അവരുടെ ആവാസ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം ഇവിടെ ബോട്ട് ഓടുന്ന ശബ്ദം കൊണ്ടാണ് അത് ആനകൾ ജനവാസ മേഖലയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ആന ഇവിടെ തങ്ങുന്നില്ല എന്നുള്ള വിചിത്രമായ ഒരു ന്യായവും. മറ്റൊന്ന് എന്തെന്ന് പറഞ്ഞാൽ ബോട്ട് ഓടിക്കുമ്പോൾ ബോട്ടിൽ നിന്നുള്ള ഓയിലിൻ്റെ അംശം വെള്ളത്തിലുണ്ടാവുകയും ആ വെള്ളം കുടിച്ച് വന്യമൃഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ മറ്റത്തരത്തിലുള്ള വിചിത്രമായ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോട്ടിംഗ് സർവീസ് ഇവിടെ നിന്ന് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു തരത്തിൽ യോജിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് സമാനമായിട്ടുള്ളതാണ് പെരിയാർ തേക്കടിയിലുള്ള പെരിയാർ. ഇവിടെ കാട്ടാന മാത്രമാണ് എങ്കിൽ അവിടെ എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ്. അവിടെ ആ ബോട്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം വ്യക്തമാക്കി. ഡീസൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്നും ബോട്ടിന്റെ ശബ്ദം വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുമെന്നുമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. അതിനാലാണ് ആനയിറങ്കലിൽ ഈ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യത പരമാവധി പരിശോധിക്കാമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ അറിയിച്ചത്. ന്യൂസ് 18 ഇടുക്കി. കൊല്ലത്ത് കടുത്ത വേനൽ ചൂടിൽ കൃഷിനാശം. വിളവെടുപ്പിനൊരുങ്ങിയ 400 മൂട് ഏത്തവാഴകൾ കുലയോടെ നിലംപതിച്ചു. സത്യപ്രസാദ് എന്ന കർഷകനാണ് കടുത്ത നഷ്ടമുണ്ടായത്. പ്രവാസ ജീവിതത്തിന് ശേഷം സീരിയൽ നാടകരംഗത്തെ സജീവ പ്രവർത്തനം. അവിടുന്ന് കോവിഡ് കാലത്താണ് കൊല്ലം പെരുന്നാട് സ്വദേശി സത്യപ്രസാദ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ആദ്യം വീടിന് സമീപത്തെ NSS കരയോഗത്തിന്റെ 1 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെയായിരുന്നു കൃഷി. നെൽകൃഷി, വാഴകൃഷി, ചെണ്ടുമല്ലി തുടങ്ങി ആരംഭിച്ച വിളകളെല്ലാം വിജയകരമായി. ഇതേ തുടർന്ന് കൃഷിവകുപ്പിന്റെ നിരവധി അവാർഡുകളും നേടിയെടുക്കാൻ അദ്ദേഹത്തിനായി. എന്നാൽ ഡിസംബർ മുതൽ അനുഭവപ്പെടുന്ന കടുത്ത വേനൽ ചൂട് സത്യപ്രസാദിന് തിരിച്ചടിയായി. വിളവെടുക്കാൻ പാകമായ 400 മൂട് കുലച്ച വാഴകൾ വരൾച്ച ബാധിച്ച് നിലം പതിച്ചു. ഒരു 400-ൽ പരം ഏത്തവാഴ കൃഷി ചെയ്ത് അത് ഒരു ഡിസംബർ 15 തൊട്ടാണ് ഇങ്ങനെ ഈ വരൾച്ച അനുഭവപ്പെട്ടത്. അപ്പം നല്ലതുപോലെ കൊലച്ച് വന്ന് കൊലച്ച് 2 മാസം ആവാറാവുന്നതിന് മുമ്പ് ഇത് ഓരോന്നൊടിച്ച് വീഴാൻ തുടങ്ങി. ചൂടിന് വെള്ളം ഒഴിച്ചിട്ടും നിൽക്കാത്തൊരവസ്ഥയായിപ്പോയി. 2 വർഷം മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് മേടിച്ചതാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കൃഷിയാണ് ഏറ്റവും മെയിനായിട്ട് എടുത്ത് ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നെൽകൃഷി ചെയ്ത് മുന്നേ കയറി മൊത്തം നെല്ലും പോയി. ഒരു 2 കണ്ടത്തിൽ മാത്രം ഒരു 10-20 സെൻറ്റിനകത്ത് മാത്രം കുറച്ച് നെല്ല് കിട്ടി. അതും ഒരു വൻ നഷ്ടമായിപ്പോയി. അപ്പോൾ ഈ എല്ലാത്തിനും ഇപ്പം വേറെ പെരുന്നാട് സഹകരണ സംഘത്തിൻ്റെ പുരയിടം പാട്ടത്തിനെടുത്ത് അത് ഇപ്പം 100-200 വാഴ കൊണ്ടുവച്ച് അത് വെള്ളമൊഴിച്ച് കിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം നഷ്ടമാവും. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്നും കാശ് ഒരുപാട് ഇറങ്ങുന്ന അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ കൃഷിയായിരുന്നു സത്യപ്രസാദിന് തുണയായത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ ഇനി എന്ത് ചെയ്യാനാകുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 കൊല്ലം. ഇതോടെ രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.